ഹായ് ഓൾ, മാത്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രേഖ കൃഷ്ണൻ. നമ്മൾ സർക്കുലേഷൻ്റെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത് ഹാർട്ടിൻ്റെ വർക്കിംഗ് ആണ്. ഓക്കെ, ഹാർട്ടിൻ്റെ വർക്കിംഗ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോർഷൻ ഹാർട്ട് ബീറ്റ് മുതലുള്ള പോർഷനാണ്. പേജ് നമ്പർ 97 ഹാർട്ട് ബീറ്റ് മുതലുള്ള പോർഷനാണ്. ഓക്കെ, സോ ഐ ഹോപ്പ് കഴിഞ്ഞ ക്ലാസ്സസിൻ്റെ പോർഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ നോക്കുന്നത് ഹാർട്ട് ബീറ്റ് ആണ്. അപ്പോൾ എന്താണ് ഹാർട്ട് ബീറ്റ് അല്ലേ? നമ്മുടെ ശ്വാസമെടുപ്പ് അല്ലേ? നമ്മുടെ ഹാർട്ടിൻ്റെ വർക്കിംഗ് ആണ് ഹാർട്ട് ബീറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹാർട്ട് ബീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹാർട്ടിൻ്റെ ഒരു കാർഡിയാക് സൈക്കിളിനെയാണ്. അപ്പോൾ എന്താണ് ഒരു കാർഡിയാക് സൈക്കിൾ? കാർഡിയാക് ഈസ് എ ടേം റിലേറ്റഡ് ടു ഹാർട്ട്. ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് കാർഡിയാക് എന്ന് പറയുന്നത്. ഓക്കെ, സോ കാർഡിയാക് സൈക്കിൾ എന്താന്ന് ചോദിച്ചാൽ ഒരു ഹാർട്ടിൻ്റെ, നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു കംപ്ലീറ്റ് വർക്കിങ്ങിന് എടുക്കുന്ന ടൈമിനെയാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു തവണ ഹാർട്ടിലൂടെ ബ്ലഡ് ഫുൾ പമ്പ് ചെയ്ത് പോയി തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്ന ആ ഒരു വർക്കിംഗ് ടൈമാണ് നമ്മളൊരു കാർഡിയാക് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു സിസ്റ്റോളും ഉണ്ട് ഡയസ്റ്റോളും ഉണ്ടാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, എന്താണ് സിസ്റ്റോൾ ആൻഡ് എന്താണ് ഡയസ്റ്റോൾ? ഹാർട്ട് കൺട്രാക്ട് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ സിസ്റ്റോൾ എന്ന് പറയുന്നത്. അതുപോലെ ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഡയസ്റ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു ടോപ്പിക് ആയിരുന്നു ഓറിക്കുലാർ സിസ്റ്റോളും ഉണ്ട്, വെൻട്രിക്കുലാർ സിസ്റ്റോളും ഉണ്ട്, അതുപോലെ തന്നെ ഡയസ്റ്റോളും ഉണ്ട്. അപ്പൊ എന്താ സിസ്റ്റോൾ എന്ന് പറഞ്ഞത്? ഹാർട്ടിന്റെ ചേംബേഴ്സ് കൺട്രാക്ട് ചെയ്യുന്നു. കൺട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡിനെ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ സിസ്റ്റോൾ എന്ന് പറഞ്ഞാൽ കൺട്രാക്ഷനും ഡയസ്റ്റോൾ എന്ന് പറഞ്ഞാൽ ഹാർട്ടിന്റെ റിലാക്സേഷനുമാണ്. അപ്പം ഒരു സിസ്റ്റോൾ പ്ലസ് ഒരു ഡയസ്റ്റോളിനെയാണ് നമ്മൾ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഹാർട്ട് ബീറ്റ്. ഒരു കാർഡിയാക് സൈക്കിളിന്റെ ടൈം ആണ് ഒരു ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു കൺട്രാക്ഷൻ ഫേസും ഒരു റിലാക്സേഷൻ ഫേസും ചേരുന്നതിനെയാണ് നമ്മൾ ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇനി ആ കാർഡിയാക് സൈക്കിൾ എടുക്കാൻ വേണ്ടി വരുന്ന ടൈം എന്ന് പറയുന്നത് 0.85 സെക്കൻഡ് ആണ്. വെറും 0.85 സെക്കൻഡ്. നിങ്ങൾ ഓർക്കണം അല്ലേ, ഇത്ര ഫാസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യുന്നതെന്ന്. വെറും 0.85 സെക്കൻഡ്, 85 സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു കാർഡിയാക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതായത് അപ്പൊ എന്താ, നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ, ഓറിക്കിൾസിൽ ബ്ലഡ് വന്ന് ഫില്ല് ആവുന്നു. ആ ഓറിക്കിൾ അല്ലെങ്കിൽ ഏട്രിയയിൽ നിന്നും ബ്ലഡ് വാൽവുകൾ വഴി, ഏതൊക്കെ വാൽവുകളാ? റൈറ്റ് സൈഡിൽ, അതായത് റൈറ്റ് ഏട്രിയയും റൈറ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് 3 ഫ്ലാപ്സ് ഉള്ള ട്രൈക്കസ്പിഡ് വാൽവ് ഉണ്ട്. ലെഫ്റ്റ് ഏട്രിയയും ലെഫ്റ്റ് വെൻട്രിക്കിളിനെയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് 2 ഫ്ലാപ്സ് ഉള്ള ബൈക്കസ്പിഡ് വാൽവ് ഉണ്ട്. ഈ 2 വാൽവുകളിലൂടെയും ഏട്രിയയിൽ നിന്നും വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് എത്തണം. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വെൻട്രിക്കിളിൽ എത്തിയ ബ്ലഡ് തിരിച്ചിനി എവിടേക്ക് പോകണം? താഴെയുള്ള, അതായത് ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ബ്ലഡ് വെസലായ ആർട്ടറിയിലേക്ക് കയറണം. റൈറ്റ് സൈഡിലാണെങ്കിൽ പൾമണറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ അത് അയോർട്ടയിലേക്കുമാണ് കയറുന്നത്. അപ്പോൾ അവിടെയും വേറെ ഒരു വാൽവ്, സെമി ലൂണാർ വാൽവ്സ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഈ ബ്ലഡ് വെസലിലേക്ക് ബ്ലഡ് കയറണമെന്നുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ചേംബേഴ്സ് അവിടെ കൺട്രാക്ട് ചെയ്യണം. ഇനി ബ്ലഡ് വെസൽസിലേക്ക് അല്ലെങ്കിൽ ആർട്ടറീസിലേക്ക് ബ്ലഡ് കയറി കഴിഞ്ഞാൽ തിരിച്ച് ബാക്ക്വേർഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാൽവ്സ് ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഹാർട്ടിന് ഇപ്പോൾ റിലാക്സ് ചെയ്യാം. അതാണ് ഡയസ്റ്റോൾ അല്ലെങ്കിൽ റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഈ ഇത്രയും പ്രോസസ്സ് നടക്കാൻ വേണ്ടുന്ന ടൈമാണ് 0.85 സെക്കൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നു ഈ 0.8 സെക്കൻഡിനകത്ത് തന്നെയാണ് 3 കാര്യങ്ങളും നടക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, സിസ്റ്റോൾ ഓഫ് ദ ഏട്രിയ, ഓറിക്കിൾ അല്ലെങ്കിൽ ഏട്രിയയുടെ സിസ്റ്റോൾ അല്ലെങ്കിൽ ഓറിക്കിൾസ് ആദ്യം കൺട്രാക്ട് ചെയ്യുന്നു. പിന്നെ അവിടെ നിന്നും വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് എത്തുന്നു. അപ്പോൾ വെൻട്രിക്കിൾസും സിസ്റ്റോൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ വെൻട്രിക്കിൾസും കൺട്രാക്ട് ചെയ്യുന്നു. അവിടെ നിന്നും വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് താഴെയുള്ള ആർട്ടറീസിലേക്ക് കയറുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഏട്രിയയും വെൻട്രിക്കിളും ഒരുമിച്ച് റിലാക്സ്ഡ് ആവുന്നു. അതാണ് ഡയസ്റ്റോൾ. സോ ഈ 3 പ്രോസസ് ആണ്. ഏതൊക്കെയാ? സിസ്റ്റോൾ ഓഫ് ദ ഏട്രിയം, സിസ്റ്റോൾ ഓഫ് ദ വെൻട്രിക്കിൾ ആൻഡ്
all chambers get relaxed. ഈ 3 പ്രോസസ് ആണ് ഈ 0.85 സെക്കൻഡിനുള്ളിൽ നടക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഹാർട്ട് ബീറ്റ്, ഇതിനെയാണ് നമ്മൾ ഒരു ഹാർട്ട് ബീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്നു ഹാർട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സൗണ്ട് കേൾക്കാറുണ്ട് അല്ലെ, ഇങ്ങനെ ടിക് ടിക് എന്ന് പറഞ്ഞൊരു സൗണ്ട് കേൾക്കാറുണ്ട്. പക്ഷെ കറക്റ്റ് ആ സൗണ്ട് ലബ് ഡബ് എന്നാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് കറക്റ്റ് ലബ് ഡബ് എന്നാണ്. LUB ഡബ് ആൻഡ് DUB ഡബ്. ഓക്കെ, ലബ് ഡബ് എന്നാണ് ഹാർട്ട് സൗണ്ടിനെ നമ്മൾ വിളിക്കുന്ന പേര്. അപ്പോൾ നമ്മൾ ആ പറയുന്നതിൽ തന്നെ 2 സൗണ്ടുകളുണ്ട്. ഫസ്റ്റ് സൗണ്ട് ലബും സെക്കൻഡ് സൗണ്ട് ഡബും. ഈ 2 സൗണ്ടുകളും എങ്ങനെയാണ് കേൾക്കുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ റിസൾട്ട് ആയിട്ടാണ് ഈ സൗണ്ട് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഹാർട്ട് ബീറ്റ് പറഞ്ഞു, ഇനി നമ്മൾ പറയുന്ന ഹാർട്ട് സൗണ്ട് എന്തിന്റെ റിസൾട്ട് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഏട്രിയത്തിന് സിസ്റ്റോൾ സംഭവിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയാ, കൺട്രാക്ഷൻ ഓഫ് ദ ഓറിക്കിൾസ്. ഓറിക്കിൾസിന് കൺട്രാക്ഷൻ സംഭവിക്കുമ്പോൾ, ഓറിക്കിൾസ് അറിയാലോ, ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ ആ ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഹാർട്ടിന്റെ ഇമേജ് നമ്മുടെ മനസ്സിലേക്ക് വരണം. ഹാർട്ടിന്റെ ഇമേജിൽ ഏറ്റവും മുകളിലത്തെ 2 ചേമ്പേഴ്സ് ആണ് ഓറിക്കിൾസ് എന്ന് പറയുന്നത്. ഈ ഓറിക്കിൾസിന് കൺട്രാക്ഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഓറിക്കിൾസിൽ നിന്നും ബ്ലഡ് ട്രൈക്കസ്പിഡ് ബൈക്കസ്പിഡ് വാൽവുകൾ വഴി താഴെയുള്ള വെൻട്രിക്കിൾസിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ ഇറങ്ങിക്കഴിയുമ്പോൾ, വെൻട്രിക്കിൾസിലേക്ക് ബ്ലഡ് എത്തിക്കഴിയുമ്പോൾ, ഈ ബ്ലഡ് തിരിച്ച് ഓറിക്കിൾസിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി അവിടെയുള്ള 2 വാൽവുകളും ക്ലോസ് ആകും. ട്രൈക്കസ്പിഡ് വാൽവും ക്ലോസ് ആകും, ബൈക്കസ്പിഡ് വാൽവും ക്ലോസ് ആകും. അങ്ങനെ ക്ലോസ് ആകുമ്പോൾ കേൾക്കുന്ന സൗണ്ട് ആണ് ഹാർട്ടിന്റെ ഫസ്റ്റ് സൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ അതിനെ ലബ് എന്ന് പറയുന്നു, LUB ലബ് എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ? സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സൗണ്ട് ഓഫ് ഹാർട്ട്. ഓക്കെ, എപ്പോഴാണ് the closing of the tricuspid and bicuspid valves. അതാണ് ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് ഹാർട്ട് സൗണ്ടിലേക്ക് വരികയാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ സെക്കൻഡ് ഹാർട്ട് സൗണ്ടിലേക്ക് വരികയാണ്. സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറഞ്ഞാല് ഇപ്പോ ബ്ലഡ് എവിടെയാണ് ഇരിക്കുന്നത്? താഴെയുള്ള 2 ചേമ്പറുകളായ വെൻട്രിക്കിൾസിലാണ് ബ്ലഡ് ഇരിക്കുന്നത്. ഈ വെൻട്രിക്കിൾസിലുള്ള ബ്ലഡ് താഴെയുള്ള ആർട്ടറീസിലേക്ക് കയറണം അല്ലെ. ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന വെസൽസിനെയാണ് നമ്മൾ ആർട്ടറീസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇനി വെൻട്രിക്കിൾസിൽ നിന്നും ബ്ലഡ് ആർട്ടറീസിലേക്ക് കയറണം. ഓക്കെ ആണല്ലോ? അങ്ങനെ ആർട്ടറീസിലേക്ക് കയറാൻ വേണ്ടി അവിടെയും 2 വാൽവുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഒരിടത്ത് പൾമണറി ആർട്ടറിയിലുള്ള വാൽവാണ് ഏതായിരുന്നു? പൾമണറി സെമിലൂണാർ വാൽവും. ഇനി അയോർട്ടയിലുള്ള വാൽവാണ് അയോർട്ടിക് സെമിലൂണാർ വാൽവും. ഈ 2 വാൽവുകളിലൂടെയും ബ്ലഡ് ആർട്ടറികളിലേക്ക് കയറുന്നു. കയറി കഴിഞ്ഞാൽ ബാക്ക് ഫ്ലോ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഈ വാൽവുകൾ 2ഉം ക്ലോസ്ഡ് ആകുന്നു. ഇപ്പോഴാണ് നമ്മുടെ രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് ആയ ഡബ് എന്ന് പറയുന്നത് എന്താ പറയാ കേൾക്കുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ ഹാർട്ട് സൗണ്ട് എന്തിനാണ്? ദ സെക്കൻഡ് ഹാർട്ട് സൗണ്ട് ഡബ് ഇസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ദി ക്ലോസിംഗ് ഓഫ് ദി സെമി ലൂണാർ വാൽവ്സ്. ഓക്കെ, താഴെയുള്ള സെമി ലൂണാർ വാൽവ്സുകൾ ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആണ് സെക്കൻഡ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു സ്റ്റഡി. എന്താണ് ഹാർട്ട് സൗണ്ട് എന്ന് പറയുന്നത്? ലബും ഡബുമാണ്. ഫസ്റ്റ് ഹാർട്ട് സൗണ്ട് മുകളിലുള്ള 2 വാൽവുകൾ ക്ലോസ് ആവുന്നതും സെക്കൻഡ് ഹാർട്ട് സൗണ്ട് താഴെയുള്ള 2 വാൽവുകൾ ക്ലോസ് ആകുന്നതുമാണ്. ഓക്കെ, വെരി എളുപ്പമാണ് പഠിക്കാൻ, വെരി സിമ്പിൾ ആണ്. ഓക്കെ, സോ ഇനി നമ്മൾ പറയുന്നത് റേറ്റ് ഓഫ് ഹാർട്ട് ബീറ്റ് ആണ്. ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് എത്രയാണ്? ഒരു കാർഡിയാക് സൈക്കിളിന്റെ ടൈം എടുക്കുന്നത് 0.85 സെക്കൻഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ നമ്മൾ റേറ്റ് പറയുന്നത് പെർ മിനിറ്റിലാണ്. ഒരു മിനിറ്റിൽ എത്ര നേരമാണ് നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്? നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അല്ലെ. നമ്മളൊക്കെ പണ്ട് തൊട്ടേ കേൾക്കുന്ന, അല്ലെങ്കിൽ കുഞ്ഞു ക്ലാസ്സിലെ പഠിക്കുന്നതാണ് 72 ടൈംസ് പെർ മിനിറ്റ് ഇൻ ഹ്യൂമൻസ്. ഹ്യൂമൻസിൽ 72 തവണയാണ് മിനിറ്റിൽ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഹ്യൂമൻസിന്റെ കാര്യമാണ്. ഇതുപോലെ മറ്റ് പല ഓർഗാനിസംസിനും അല്ലെങ്കിൽ മറ്റ് പല ആനിമൽസിനും ഹാർട്ട് ബീറ്റ് റേറ്റ് വേരി ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ചാർട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ആ ചാർട്ടിലൂടെ ഒന്ന് വേഗം നോക്കാം. എന്തൊക്കെയാണ്? വെയിൽസിന് 15 ടൈംസ് ആണ് പെർ മിനിറ്റ്. എലിഫന്റ് ആണെങ്കിൽ 25 ആണ്. ഹോഴ്സ് ആണെങ്കിൽ 40 ആണ്. ഹ്യൂമൻസിന്റെ കാര്യം എന്താണ്? അഡൽട്ട് മെൻ ആവുമ്പം 64 to 72ഉം, എന്നാൽ വിമൻ ആകുമ്പോൾ കുറച്ചും കൂടി കൂടാൻ സാധ്യതയുണ്ട്. 72 to 80 ആണ്. പിന്നീട് ക്യാറ്റ് ആണെങ്കിൽ 120 ആണ്. ന്യൂബോൺ ഇൻഫന്റ് ആണെങ്കിൽ, ന്യൂബോൺ ഇൻഫന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കുഞ്ഞു ശിശു അല്ലെ, ജനിച്ച ഉടനെയുള്ള കുട്ടി. ന്യൂബോൺ ഇൻഫന്റ് ആണെങ്കിൽ 140 ആണ് പെർ മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു റാറ്റ് ആണെങ്കിൽ 250 ആണ്. അതുപോലെ തന്നെ
ഒരു സ്പാരോ ആണെങ്കിൽ 900 ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ പെട്ടെന്ന് ആ ചാർട്ട് ഒന്ന് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു കാര്യം എത്തും. എന്താന്ന് വെച്ചാല് ഓർഗാനിസം അല്ലെങ്കിൽ ആനിമലിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് ഹാർട്ട് ബീറ്റ് കൂടി വരികയാണ്. അതായത് വെയിലും എലിഫന്റും ഒക്കെയാണ് വേൾഡിലെ ലാർജസ്റ്റ് ആനിമൽസ് എന്ന് പറയുന്നത്. അവരുടെ ഹാർട്ട് ബീറ്റ് വളരെ കുറവാണ്. എന്നാൽ ഇങ്ങ് താഴെയുള്ള റാറ്റിലേക്കും കാറ്റിലേക്കും ന്യൂബോൺ ഇൻഫന്റിലേക്കും അല്ലെങ്കിൽ സ്പാരോയിലേക്കും ഒക്കെ എത്തുമ്പോൾ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടി വരികയാണ്. സോ ഇത് നമുക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറയാം. അതായത് ഒരു അനിമലിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് അവരുടെ ഹാർട്ട് ബീറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതിനുള്ള റീസൺ എന്താന്ന് വെച്ചാല് കമ്പാരിറ്റീവ്ലി ലോവർ ആയിട്ടുള്ള അനിമൽസിന് അവർക്ക് കൂടുതൽ ഹീറ്റ് നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അവരുടെ ബോഡി ഹീറ്റ് എന്ത് ചെയ്യും, പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം, എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവരുടെ ഹാർട്ട് വർക്ക് ചെയ്യണം. സോ ആസ് എ റിസൾട്ട് അവർക്ക് എന്ത് ചെയ്യണം, അവരുടെ ഹാർട്ട് ബീറ്റ് റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, ടു കീപ്പ് അപ്പ് ദി എന്താണ് ബോഡി ഹീറ്റ് കമ്പയർ ടു ദെയർ സർഫസ് വോളിയം. ഓക്കെ, അവരുടെ സർഫസ് വോളിയം അനുസരിച്ചിട്ട് അവരുടെ ബോഡി ഹീറ്റ് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഹാർട്ട് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയുള്ള ആ ഒരു റീസൺ എന്താണ് ആ കുട്ടിക്കാര്യം എന്നുള്ളതൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ നേരെ പോകുന്നത് അടുത്ത ഒരു പോർഷനിലേക്കാണ്. ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 പോയിന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ പേസ് മേക്കർ ആണ് പറയുന്നത്. എന്താണ് ഒരു പേസ് മേക്കർ? ഓക്കെ, ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എന്താണ് ഒരു പേസ് മേക്കർ? നിങ്ങളത് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ? ചില മുതിർന്നവർക്കൊക്കെ ഹാർട്ട് എന്തെങ്കിലും ഒക്കെ കംപ്ലൈന്റ് വരുമ്പോൾ ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് ഒക്കെ വെക്കേണ്ടി വരുന്നുണ്ട് എന്നൊക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ഒരു പേസ് മേക്കർ എന്ന് നമുക്കൊന്ന് നോക്കാം. പേസ് മേക്കർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന ആളാണ് പേസ് മേക്കർ. അതിനെയാണ് നമ്മൾ പേസ് മേക്കർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഹാർട്ട് ഇപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് തുടങ്ങണം. അങ്ങനെ ബീറ്റ് ചെയ്ത് തുടങ്ങണമെങ്കിൽ അതിന് ഒരു ഇമ്പൾസ് വേണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണം. അപ്പോൾ ഹാർട്ട് ബീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഹാർട്ടിന്റെ ഇനിഷ്യൽ ബീറ്റിങ്ങിന് വേണ്ടി ഒരു കൺട്രോൾ കൊടുക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കുന്നത്. നമ്മുടെയൊക്കെ ഹാർട്ടിൽ അത്തരത്തിലുള്ള ഒരു പേസ് മേക്കർ ഉണ്ട്. നമ്മുടെയൊക്കെ ഹാർട്ടിലുള്ള പേസ് മേക്കറിനെ അല്ലെങ്കിൽ നാച്ചുറൽ നമ്മുടെ ബോഡിയിലുള്ള പേസ് മേക്കറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് SA നോഡ് എന്ന്, സൈനോ ഏട്രിയൽ നോഡ്. ഇത് ഹാർട്ടിന്റെ ഏട്രിയത്തിലാണ് കാണപ്പെടുന്നത്. ഏട്രിയത്തിൽ തന്നെ റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ കോർണറിലാണ് കാണപ്പെടുന്നത്. റൈറ്റ് ഏട്രിയം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഇമേജ് പെട്ടെന്ന് തന്നെ ഓടിയെത്തണം. അതുപോലെ നമ്മൾ തറമായിട്ട് വേണം ഹാർട്ടിന്റെ സ്ട്രക്ചർ പഠിക്കാൻ. ഓക്കെ, അപ്പൊ റൈറ്റ് ഏട്രിയം എന്ന് പറയുമ്പോൾ എവിടെ ആയിരിക്കാം? നമ്മുടെ സുപ്പീരിയർ ഇൻഫീരിയർ വിനേക്കാവ വന്ന് ജോയിൻ ചെയ്യുന്ന മുകളിലുള്ള അപ്പർ ചേംബർ ആണ് റൈറ്റ് ഏട്രിയം എന്ന് പറയുന്നത്. ആ റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ കോർണർ, ആ റൈറ്റ് ഏട്രിയത്തിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഇടതുവശത്തുള്ള അപ്പർ കോർണറിലാണ് എന്ത് കാണപ്പെടുന്നത്? SA നോഡ് കാണപ്പെടുന്നത്. നിങ്ങളുടെ പേജ് നമ്പർ 98 എടുക്കുക. പേജ് നമ്പർ 98 മുകളിലായിട്ട് ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ആ ഫിഗറിലേക്ക് ഒന്ന് നോക്കുക. അതിനകത്ത് വളരെ വിശദമായി കാണിച്ചിട്ടുണ്ട് SA നോഡിന്റെ സ്ട്രക്ചർ. അവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അവിടെ SA നോഡിന്റെ പൊസിഷൻ അവർ പറയുന്നത് സുപ്പീരിയർ ഇൻഫീരിയർ വിനേക്കാവയുടെ അടുത്തായിട്ടാണ്. അതായത് റൈറ്റ് ഏട്രിയത്തിന്റെ ലെഫ്റ്റ് അപ്പർ കോർണറിലായിട്ടാണ് SA നോഡിന്റെ സ്ഥാനം എന്ന് പറയുന്നത്, സൈനോ ഏട്രിയൽ നോഡ്. ഈ സൈനോ ഏട്രിയൽ നോഡാണ് നമ്മുടെ ഹാർട്ടിന്റെ പേസ് മേക്കർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? സോ പേസ് മേക്കർ എന്ന് പറയുന്നത് എന്താണ്? ഹാർട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റീവ് കൊടുക്കുന്ന ആള്, അല്ലെങ്കിൽ ഒരു ഇമ്പൾസ് ജനറേറ്റർ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പേസ് മേക്കർ അല്ലെങ്കിൽ SA നോഡിൽ ജനറേറ്റ് ചെയ്യുന്ന ഇമ്പൾസ് അവിടെ നിന്നും ട്രാവൽ ചെയ്ത് ഹാർട്ടിന്റെ വെൻട്രിക്കിൾസ് വരെ എത്തണം. എങ്കിൽ മാത്രമേ ആ ഇമ്പൾസ് ആ ഹാർട്ട് മുഴുവൻ ട്രാവൽ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ എല്ലായിടത്തേക്കും എത്തത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി സഹായിക്കുന്നത് ഒരു കൂട്ടം ഫൈബേഴ്സ് ആണ്. അതിനെയാണ് നമ്മൾ ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ എന്താ നമ്മൾ പറഞ്ഞേ? SA നോഡ് അല്ലെങ്കിൽ സൈനോ ഏട്രിയൽ നോഡിൽ ആരംഭിക്കുന്ന ഇമ്പൾസിനെ അവിടെ നിന്നും വഹിച്ചുകൊണ്ട് പോകുന്നത്, അല്ലെങ്കിൽ അവിടെ നിന്നും ക്യാരി ചെയ്തുകൊണ്ട് താഴേക്കുള്ള ടിഷ്യൂസിലേക്ക് കൊണ്ട് കൊടുക്കുന്നത് ബണ്ടിൽ ഓഫ് ഹിസ് എന്ന് പറയുന്ന ഒരു ബണ്ടിൽ ഓഫ് ഫൈബേഴ്സ് ആണ്. ആ ഫൈബേഴ്സിനെ, ബണ്ടിൽ ഓഫ് ഹിസിലെ ഫൈബേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പർക്കിൻജി ഫൈബേഴ്സ്. ഓക്കെ, സോ ബണ്ടിൽ ഓഫ് ഹിസ്, അതിനകത്തുള്ള ഫൈബേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്
പർക്കിൻജി ഫൈബേഴ്സ് എന്ന്. ഈ പർക്കിൻജി ഫൈബേഴ്സിലൂടെയാണ് വെൻട്രിക്കിൾസ് വരെ ആ ഒരു എന്താ പറയുക ഇമ്പൾസ് ഹാർട്ടിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, സോ ഇപ്പൊ ഈ എസ് എ നോഡിന് എന്തെങ്കിലും കംപ്ലൈന്റ് ആയാൽ നമ്മുടെ ഹാർട്ടിന് വർക്ക് ചെയ്യാൻ, എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ഒരു ഇമ്പൾസ് ലഭിക്കാതെ ആകും. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിലാണ് ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ എസ് എ നോഡ് കംപ്ലൈന്റ് ആവുമ്പോൾ അല്ലെങ്കിൽ എഫിഷ്യൻസി കുറയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ പേസ് മേക്കർ അവരുടെ ബോഡിയിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ്, വെച്ച് പിടിപ്പിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ആർട്ടിഫിഷ്യൽ പേസ് മേക്കേഴ്സ് എന്ന് പറയുന്നത്. അത് ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് സം അതർ സബ്സ്റ്റൻസസ്. ഓക്കെ, അതൊരിക്കലും നാച്ചുറൽ ആയിരിക്കത്തില്ല, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് കൊണ്ടായിരിക്കും ആ പേസ് മേക്കർ മേഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. സോ അപ്പൊ എന്താണ് പേസ് മേക്കർ എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ പറയുന്നത് ബ്ലഡ് വെസൽസിനെ കുറിച്ചാണ്. അപ്പോ എന്താണ് നമ്മൾ പറഞ്ഞായിരുന്നു, സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ്. നമ്മുടെ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചേരുന്നതാണ്. ഒന്ന് ഹാർട്ടും മറ്റൊന്ന് ബ്ലഡ് വെസൽസും. ഹാർട്ടിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പറയുന്ന ബ്ലഡ് വെസൽസിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ കഴിഞ്ഞ ക്ലാസ് നിങ്ങളോട് പറഞ്ഞായിരുന്നു, പ്രധാനമായിട്ടും 3 ടൈപ്സ് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. പ്രധാനമായിട്ടും ബ്ലഡ് വെസൽസ് എത്രയാ ഉള്ളത്? 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. ഒന്ന് ആർട്ടറീസ്, മറ്റൊന്ന് വെയിൻസ്, മറ്റൊന്ന് കാപ്പിലറീസ്. ഓക്കെ ആണല്ലോ. ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ് 3 തരം ബ്ലഡ് വെസൽസ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ആർട്ടറീസ് എന്താണെന്ന് നോക്കാം. ആർട്ടറീസ് ഓൾറെഡി നമുക്കറിയാം, ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽസ് ആണ് ആർട്ടറീസ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 2 ആർട്ടറീസിനെ പഠിച്ചു അല്ലെ, പൾമണറി ആർട്ടറിയും അതുപോലെ അയോർട്ടയും. ഇനി നമ്മൾ പറയുന്നത് ആർട്ടറീസിന്റെ ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ആർട്ടറീസിനെ നമുക്ക് വെയിൻസിൽ നിന്നും എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ആർട്ടറീസിന് തിക്ക് മസ്കുലാർ വാൾസ് ആയിരിക്കും. അതിന്റെ മസ്കുലാർ വാൾസ് ഭയങ്കര തിക്ക് ആയിരിക്കും എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ, അതായത് കട്ടി കൂടിയ വാൾസ് ആയിരിക്കും. അതുപോലെ ഇനി നമ്മൾ അറിയുന്ന രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ നാരോ ലൂമൻ ആയിരിക്കും. അതായത് നിങ്ങളുടെ പേജ് നമ്പർ 98 ആർട്ടറിയുടെയും വെയിനിന്റെയും സ്ട്രക്ചർ വളരെ ഡീറ്റെയിൽഡ് ആയി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ ആർട്ടറിയുടെ ആ റെഡ് കളർ ആയിട്ട് കാണിച്ചിരിക്കുന്ന പോർഷൻ ആയ ആർട്ടറി ഒന്ന് നോക്കുക. അതിന്റെ ലൂമൻ എന്ന് പറയുന്നത്, ലൂമൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിനിടയിലുള്ള ആ സ്പേസിനെയാണ് നമ്മൾ ലൂമൻ എന്ന് പറയുന്നത്. ആ ലൂമൻ നാരോ ആയിരിക്കും എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ, സ്പേസ് കുറവായിരിക്കും. ഓക്കെ, അപ്പൊ നാരോ ലൂമൻ ആയിരിക്കും, അതുപോലെ തിക്ക് വാൾസ് ആയിരിക്കും. ഇനി നമ്മൾ പറയുന്നത് അതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ, വെൻട്രിക്കുലാർ കൺട്രാക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് അതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അത് നമുക്ക് അറിയാവുന്ന കാര്യം എന്താ, താഴെയുള്ള വെൻട്രിക്കിൾസ് ബ്ലഡിനെ പമ്പ് ചെയ്യുമ്പോഴാണ്, അതായത് കൺട്രാക്ട് ചെയ്യുമ്പോഴാണ് താഴെയുള്ള ആർട്ടറീസിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ബ്ലഡ് അതിലേക്ക് കയറുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇതാണ് അതിനുള്ള കാരണം. വെൻട്രിക്കുലാർ കൺട്രാക്ഷന്റെ റിസൾട്ട് ആയിട്ടാണ് അതിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മൾ ആർട്ടറീസിനെ കുറിച്ച് പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. അപ്പോൾ ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഔട്ട്സൈഡ് ബോഡി. ബോഡിയുടെ പുറത്തേക്ക്, ഹാർട്ടിൽ നിന്നും ബോഡിയുടെ പുറത്തേക്കാണ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത്. അതുപോലെ അതിന്റെ വാൾസ് എന്ന് പറയുന്നത് തിക്കാണ്, തിക്ക് വാൾസ് ആയിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, അതിന്റെ ലൂമൻ നാരോ ആയിരിക്കും. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ, വെൻട്രിക്കുലാർ കൺട്രാക്ഷന്റെ ഫലമായിട്ടായിരിക്കും അതിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നേരെ പോകുന്നത് വെയിൻസിലേക്കാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ആർട്ടറീസ്. ഇനി നമ്മൾ വെയിൻസിലേക്ക് പോവാണ്. വെയിൻസിന്റെ പിക്ചർ നിങ്ങൾക്ക് അവിടെ നോക്കാം. ഒരു വയലറ്റ് കളറിൽ കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന പിക്ചർ ആണ് വെയിൻസിന്റേത്. ഓക്കെ, വെയിൻസിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് തിൻ മസ്കുലാർ വാൾസ് ആയിരിക്കും കമ്പയർഡ് ടു ആർട്ടറീസ്. ആർട്ടറീസിന്റെ ഭിത്തി അല്ലെങ്കിൽ വാൾസ് എന്ന് പറയുന്നത് കട്ടി കൂടിയതാവും, പക്ഷെ വെയിൻസിൻ്റെത് തിന്നാണ്, കട്ടി കുറഞ്ഞതാണ്. അതിനുള്ള കാരണം വെയിൻസ് ഒരിക്കലും ബ്ലഡിനെ പമ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ആർട്ടറീസിന് മാത്രമേ ബോഡിയിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. വെയിൻസ് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ബ്ലഡ് വെസൽസ് ആണ് അല്ലെ. ദ ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് ടു ദ ഹാർട്ട് ഈസ് കോൾഡ് വെയിൻസ് അല്ലെങ്കിൽ ആർ കോൾഡ് വെയിൻസ്. സോ വെയിൻസിന്റെ വാൾസ് എപ്പോഴും എന്തായിരിക്കും, തിൻ മസ്കുലാർ വാൾസ് ആയിരിക്കും. ഇനി അതുപോലെ രണ്ടാമത്തത് വൈഡർ ലൂമൻ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആർട്ടറി നാരോ ലൂമൻ എന്ന് പറഞ്ഞു, എന്നാൽ ഇവിടെ വൈഡർ ലൂമൻ ആയിരിക്കും.
ഓക്കെ, കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള സ്പേസ് ആയിരിക്കും കാണാൻ പറ്റുന്നത്, നമുക്ക് ലൂമൻ വൈഡർ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് യൂണിഫോം ആയിട്ടായിരിക്കും, എന്ന് പറഞ്ഞാൽ ഒരേ എമൗണ്ടിൽ അല്ലെങ്കിൽ ഒരേ സ്പീഡിലായിരിക്കും ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. ബ്ലഡ് ഫ്ലോസ് യൂണിഫോംലി. ഇനി നമ്മൾ പറയുന്നത് ഇതിനകത്ത്, അതായത് നമ്മുടെ വെയിൻസിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പോക്കറ്റ് ഷേപ്ഡ് വാൽവ്സുകൾ കാണപ്പെടും. വാൽവ്സ് കാണപ്പെടുന്ന ബ്ലഡ് വെസൽ ആണ് വെയിൻസ് എന്ന് പറയുന്നത്. വാൽവ്സ് കാണപ്പെടുന്ന ബ്ലഡ് വെസൽ ആണ് വെയിൻസ് എന്ന് പറയുന്നത്. വാൽവ്സ് കാണപ്പെടുന്ന ബ്ലഡ് വെസൽ ആണ് വെയിൻസ്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് എന്ന് പറയുന്നത് വെയിൻസിനെ കുറിച്ച്. ഇനി നമ്മൾ നേരെ പറയാൻ പോകുന്ന മൂന്നാമത്തെ കാറ്റഗറിയായ കാപ്പിലറീസിനെ കുറിച്ചിട്ടാണ്. കാപ്പിലറീസ് എന്താന്ന് വെച്ചാല് ആർട്ടറീസ് നമ്മുടെ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ, അതായത് നമ്മുടെ ബോഡിയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന ആർട്ടറീസ് ഓരോ ടിഷ്യൂയിലേക്കും അല്ലെങ്കിൽ ഓരോ ഓർഗൻസിലേക്കും ചെല്ലും തോറും അതിന്റെ തിക്നെസ് ഒക്കെ കുറഞ്ഞ് അത് ഭയങ്കര മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ആയിട്ട് മാറുന്നു. അപ്പൊ അത്തരത്തിലുള്ള മൈന്യൂട്ട്, അത് ആർട്ടീരിയോൾസ് എന്ന് നമ്മൾ പറയും, അത്തരത്തിലുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് അല്ലെങ്കിൽ സ്മോളസ്റ്റ് ആർട്ടറീസ് ആണ് നമ്മൾ കാപ്പിലറീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എ കാപ്പിലറി ഈസ് എ നാരോ ട്യൂബ് ആണ്. കാപ്പിലറി എന്ന് പറയുന്നത് ഒരു നാരോ ട്യൂബ് ആണ് വിച്ച് ഹെൽപ്സ് ടു കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്. ആർട്ടറിയെയും വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന നാരോ ബ്ലഡ് വെസൽസിനെയാണ് അല്ലെങ്കിൽ മൈന്യൂട്ട് ബ്ലഡ് വെസൽസിനെയാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ കാപ്പിലറീസിന്റെ മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഒരുപാട് എന്താ പറയാ ഓർഗൻസ് ഒക്കെ ഇരിക്കുന്ന ഭാഗത്തേക്ക് വലിയ ബ്ലഡ് വെസൽസിന് കയറി ചെല്ലാൻ പറ്റില്ല, അല്ലെങ്കിൽ ടിഷ്യൂസിന്റെ ഒക്കെ ഇടയിലോട്ട് വലിയ ബ്ലഡ് വെസൽസിന് കയറി ചെല്ലാൻ പറ്റില്ല. സോ ടിഷ്യൂസിനും സെൽസിനും ഒക്കെ ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യുന്നത് കാപ്പിലറീസ് ആയിരിക്കും, കാരണം കാപ്പിലറീസ് മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത്രയുമാണ്. ഇനി നമുക്ക് കാപ്പിലറീസിന്റെ ഒന്ന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ് കൂടി പഠിക്കണം. ഓക്കെ, അതിന് മുൻപ് കാപ്പിലറീസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നമുക്ക് പറയാം. Its wall consists of a single layer of squamous epithelial cells. കാപ്പിലറിയുടെ വാൾസ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സിംഗിൾ ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ്. ഓക്കെ, സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് മസിൽസ് ഒന്നും കാണപ്പെടില്ല. ഓക്കെ, നോ മസിൽസ് പ്രസന്റ് ഇൻ കാപ്പിലറീസ്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് കാപ്പിലറീസ് ആണ്. ഓക്കെ, അപ്പൊ അത് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാം. ദ ഫസ്റ്റ് ഫങ്ഷൻ ഇസ് to allow the outward diffusion of oxygen into the intercellular fluid and from there into the tissue cells. അതായത് നമ്മുടെ ഇന്റർസെല്ലുലാർ സ്പേസുകളിലേക്ക്, അതായത് രണ്ട് സെല്ലുകൾക്കിടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ ഇന്റർസെല്ലുലാർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഇന്റർസെല്ലുലാർ സ്പേസുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ നമ്മുടെ ഈ മൈന്യൂട്ട് കാപ്പിലറീസിന് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഈ മൈന്യൂട്ട് കാപ്പിലറീസ് അവിടേക്ക് ചെന്നിട്ട് ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നു. അത് ഫസ്റ്റ് പോയിന്റ്. അതുപോലെ അവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആയ ഡിഫ്യൂഷനിലൂടെ അവിടെ ഉണ്ടായ വേസ്റ്റ് പ്രൊഡക്റ്റ് ആയ കാർബൺ ഡൈ ഓക്സൈഡിനെ കളക്ട് ചെയ്യുന്നു. അപ്പൊ ഓക്സിജനെ ഡിഫ്യൂഷനിലൂടെ സപ്ലൈ ചെയ്യുന്നു. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ the flow of substances from a higher concentration to lower concentration. Okay, അതിലൂടെ നമ്മൾ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയുന്ന മൂന്നാമത്തെ പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, സപ്ലൈ ന്യൂട്രിയൻസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ദ ടിഷ്യൂസ്. എന്ത് ചെയ്യുന്നു? സപ്ലൈ ന്യൂട്രിയൻസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ടു ദ ടിഷ്യൂസ്. ടിഷ്യൂസിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, ടിഷ്യൂസിന് ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസും അതുപോലെ തന്നെ മറ്റ് എലമെന്റ്സും സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഗ്ലൂക്കോസ് അതുപോലെയുള്ള മറ്റ് എലമെന്റ്സും സപ്ലൈ ചെയ്യുന്നു. യൂറിയ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അത് വേസ്റ്റ് പ്രൊഡക്ട്സ്, സെല്ലിൽ ഉണ്ടാവുന്ന വേസ്റ്റ് പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. അതുപോലെ ആവശ്യത്തിനുള്ള പോഷകങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻസിനെ സപ്ലൈ ചെയ്യാനും കാപ്പിലറീസ് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. സിമ്പിളായി പറഞ്ഞാൽ ഓക്സിജനെ സപ്ലൈ ചെയ്യുന്നു, വേസ്റ്റ് പ്രൊഡക്റ്റായ കാർബൺ ഡൈ ഓക്സൈഡിനെ റിസീവ് ചെയ്യുന്നു, പിന്നെ ആവശ്യത്തിനുള്ള അമിനോ ആസിഡ്സിനെയും ന്യൂട്രിയൻസിനെയും ഗ്ലൂക്കോസിനെയും ഒക്കെ സപ്ലൈ ചെയ്യുന്നു, യൂറിയ പോലെയുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യുന്നു, അതുപോലെ ഹോർമോൺസിനെ ഒക്കെ സപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു അലോ ദ WBCs ടു സ്ക്യൂസ് ഔട്ട് ത്രൂ ദ കാപ്പിലറി വാൾസ് ബൈ മീൻസ് ഓഫ് അമീബോയിഡ് മൂവ്മെന്റ്. അതായത് നമ്മൾ ഡയാപീഡിസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പഠിച്ചിരുന്നു അല്ലെ. ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ടിഷ്യൂസിന് ബ്ലഡ് വെസൽസിലൂടെ ആ WBCsന് ഊസ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം.
സ്പേസിലേക്ക്, ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഇറങ്ങണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് സഹായിക്കുന്നതും കാപ്പിലറീസ് ആണ്. അതായത് കാപ്പിലറീസിലൂടെ ഒഴുകിപ്പോകുന്ന ബ്ലഡിൽ നിന്നും വൈറ്റ് ബ്ലഡ് സെൽസിന് ഊസ് ഔട്ട് ചെയ്ത് ആ ഇന്റർസെല്ലുലാർ സ്പേസിലേക്ക് ഇറങ്ങാനും കാപ്പിലറീസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, സോ ഇത്രയുമാണ് കാപ്പിലറീസിന്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി കാപ്പിലറീസിനുള്ള രണ്ട് കേപ്പബിലിറ്റീസ് ആണ് വാസോ ഡയലേഷൻ ആൻഡ് വാസോ കൺസ്ട്രിക്ഷൻ. വാസോ ഡയലേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഡയലേഷൻ, റിലാക്സ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൺട്രാക്ട് ചെയ്യാനുള്ള, അതായത് ചുരുങ്ങുവാനും വികസിക്കുവാനുമുള്ള കേപ്പബിലിറ്റി ഉള്ള വെസൽസ് ആണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ കാപ്പിലറീസിന്റെ ഫംഗ്ഷൻസ് നിങ്ങളൊന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. വാട്ട് ആർ ദ ഫംഗ്ഷൻസ് ഓഫ് കാപ്പിലറീസ്? ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ബ്ലഡ് വെസലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി പറയാം, പ്രധാനമായും 3 ബ്ലഡ് വെസൽസ് ആണുള്ളത്: ആർട്ടറീസ്, വെയിൻസ് ആൻഡ് കാപ്പിലറീസ്. ആർട്ടറീസ് എന്ന് പറയുന്നത് വളരെ തിക്ക് ആയിട്ടുള്ളതാണ്. ലൂമൻ എന്തായിരിക്കും? ലൂമൻ ഭയങ്കര നാരോ ആയിരിക്കും. ഓക്കെ, ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡിനെ കൊണ്ടുപോകുന്നു. വെയിൻസ് എന്ന് പറയുന്നത് വൈഡ് ലൂമൻ ആയിരിക്കും, അല്ലെ, നല്ല വിസ്താരമുള്ള ലൂമൻ ആയിരിക്കും. അതുപോലെ തന്നെ തിൻ വാൾസ് ആയിരിക്കും. വാൽവ്സ് കാണപ്പെടുന്നുണ്ട്, ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നു. ഇത്രയുമാണ് വെയിൻസിന്റെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു കാപ്പിലറീസ്, മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് വിച്ച് കണക്ട് ആർട്ടറീസ് ആൻഡ് വെയിൻസ്, അതാണ് കാപ്പിലറീസ്. കാപ്പിലറീസിന്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞു. ഓക്സിജനെ സപ്ലൈ ചെയ്യുക, കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്യുക, ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസിനെയും വേസ്റ്റ് പ്രൊഡക്ട്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുക. അതുപോലെ വാസോ ഡയലേഷൻ ആൻഡ് വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞൊരു കേപ്പബിലിറ്റി ആർക്കുണ്ട്? കാപ്പിലറീസിനുണ്ട്. എന്ന് പറഞ്ഞാൽ കൺട്രാക്ട് ചെയ്യാനും പറ്റും, റിലാക്സ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 99 ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഡിഫറെന്റ് പോയിന്റ്സ് ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. സോ ആ ടേബിൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ്സും അതിൽ കാറ്റഗറൈസ് ചെയ്ത് വരുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇത്രയും നേരം പറയാത്ത 1-2 പോയിന്റ്സും കൂടി അതിനകത്ത് പറയുന്നുണ്ട്. സോ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആർട്ടറീസും വെയിൻസും തമ്മിലുള്ള മേജർ ഡിഫറൻസസ് ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡെഫിനിഷൻ: ഹാർട്ടിൽ നിന്നും ആർട്ടറീസ് ബ്ലഡ് കൊണ്ടുപോകുന്നു, വെയിൻസ് ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാൽ നന്നായി മനസ്സിലാവും. അതിന്റെ സ്ട്രക്ചറും നമ്മൾ പറഞ്ഞതാണ് എങ്ങനെയാണ് എന്നുള്ളത്. സോ നമ്മൾ പറയാത്ത 1-2 കാര്യങ്ങൾ അതിനകത്തുണ്ട്, അതുകൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യൂഷ്വലി ഡീപ്പർ പ്ലേസ്ഡ്. ആർട്ടറീസ് ആർ യൂഷ്വലി ഡീപ്പർ പ്ലേസ്ഡ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഏറ്റവും ആഴത്തിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആഴത്തിൽ കാണുന്ന ബ്ലഡ് വെസൽ ആണ് ആർട്ടറീസ്. എന്നാൽ കമ്പയർഡ് ടു വെയിൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും എന്താ പറയാ സർഫസ് ആയിട്ട് കാണപ്പെടുന്നതാണ് വെയിൻസ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ എന്താണ്? വെയിൻസ് ആണ്. ഓക്കെ, അതായത് നമ്മുടെ സ്കിന്നിന്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്ന ബ്ലഡ് വെസലുകളാണ് വെയിൻസ്. എന്നാൽ ആർട്ടറീസ് കുറച്ചും കൂടി ഡീപ്പർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തെ പോയിന്റ് ആണ് ഡു നോട്ട് കൊളാപ്സ് വെൻ എംപ്റ്റി. ആർട്ടറീസ് ഡു നോട്ട് കൊളാപ്സ് വെൻ എംപ്റ്റി. ആർട്ടറീസ് ഒരിക്കലും കൊളാപ്സ് ആവത്തില്ല, അതിലൂടെ ബ്ലഡ് ഫ്ലോ ചെയ്തില്ലെങ്കിൽ കൂടിയും, ബിക്കോസ് ആർട്ടറീസ് ഹാവ് എ തിക്ക് വാൾ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ വെയിൻസിൽ തിൻ വാൾസ് ആയതുകൊണ്ട് ബ്ലഡ് ഇല്ലാത്തൊരു ടൈം വന്നു കഴിഞ്ഞാൽ വെയിൻസ് എന്ത് ചെയ്യാം? ഭയങ്കരമായിട്ട് കൊളാപ്സ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് നമുക്ക് പറയാനായിട്ടുള്ളത് ആർട്ടറീസ് എപ്പോഴും ക്യാരി ചെയ്യുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും, എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അങ്ങനെ ഒരു എക്സെപ്ഷനും കൂടി നമ്മൾ പറയണം. അതായത് ആർട്ടറീസ് എപ്പോഴും ക്യാരി ചെയ്യുന്നത് ഓക്സിജൻ ഉള്ള ബ്ലഡ് ആയിരിക്കും. കാരണം ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്ന അയോർട്ട ഡിവൈഡ് ചെയ്ത് പല പല ആർട്ടറിയും ആർട്ടീരിയോൾസുമായി മാറി ബോഡിയുടെ എല്ലാ ഭാഗത്തും ഓക്സിജൻ കൊണ്ടു കൊടുക്കും. എന്നാൽ പൾമനറി ആർട്ടറി ആ കാറ്റഗറിയിൽ പെടില്ല. പൾമനറി ആർട്ടറി എന്താ ഉള്ളത്? അവിടെ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളത്. നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പോകുന്ന, നമ്മുടെ പൾമനറി സർക്കുലേഷൻ പഠിച്ചില്ലേ? അപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന പൾമനറി ആർട്ടറിയിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. സോ അതൊരു എക്സെപ്ഷണൽ കേസ് ആണ്. അതുപോലെയാണ് വെയിൻസും. വെയിൻസ് ആർ ഓൾവേസ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അങ്ങനെ പറയാൻ കാരണം സുപ്പീരിയർ വിനേക്കാവയും ഇൻഫീരിയർ വിനേക്കാവയും ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ഹാർട്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ എക്സെപ്റ്റ് പൾമണറി വെയിൻ എന്ന് പറയുന്നത് ലങ്സിൽ നിന്നും ഓക്സിജനുമായി വരുന്ന വെയിൻ ആണ്, അല്ലെ? അപ്പൊ അത് എക്സെപ്ഷണൽ കേസ് ആണ്. അതായത് പൾമണറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ് ക്യാരി ചെയ്യുന്നത്. എന്നാൽ ഭൂരിഭാഗം അല്ലെങ്കിൽ
ബാക്കിയുള്ള ടോട്ടൽ വെയിൻസും ക്യാരി ചെയ്യുന്നത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡിനെയാണ്. ഓക്കെ, സോ നമ്മൾ ആ പോയിന്റ് എഴുതുന്ന ടൈമിൽ ഈ ഒരു എക്സെപ്ഷണൽ കേസ് കൂടി മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രധാനമായിട്ടുള്ള കുറച്ച് ഡിഫറൻസസ് ആണ് ആ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. സോ ആ ടേബിൾ നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇത്രയും കാര്യങ്ങളാണ്: ഹാർട്ട് ബീറ്റ്, ഹാർട്ട് സൗണ്ട്, പേസ് മേക്കർ ആൻഡ് ദ ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. താങ്ക് യു.